ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ പുതിയൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. അധ്യാപകരാകാൻ കൊതിക്കുന്നവർക്കെല്ലാം ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാവരും ആദ്യം നോക്കിക്കാണുന്ന ഒരു പരീക്ഷയാണ് കേട്ടറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അടുത്തൊരു കേട്ടറ്റ് പരീക്ഷ ജൂൺ മാസം നമുക്ക് വേണ്ടിയിട്ട് വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ജൂൺ മാസത്തിൽ വരാൻ പോകുന്ന കേട്ടറ്റ് പരീക്ഷയ്ക്ക് നമ്മൾ എങ്ങനെ തയ്യാറെടുക്കും എന്നറിയണം അല്ലെ. ഏതൊരു പരീക്ഷയ്ക്കും നമ്മൾ തയ്യാറെടുക്കുമ്പോൾ പ്രത്യേകിച്ച് അതൊരു മത്സര പരീക്ഷയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം അതിന്റെ സിലബസ് ആയിരിക്കണം മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടാവണം അല്ലെ. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നറിഞ്ഞാൽ മാത്രമേ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഏതൊക്കെ ഏരിയാസിന് ഞാൻ കൂടുതൽ ഫോക്കസ് കൊടുക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സിലബസ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ച് കേട്ടറ്റ് കാറ്റഗറി 1ന്റെ ഫുൾ സിലബസ്, കംപ്ലീറ്റ് സിലബസ്, എന്തൊക്കെ ടോപ്പിക്കുകൾ, എത്ര മാർക്കിന് നിങ്ങൾ പഠിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം LP ടീച്ചേഴ്സ് ആവാനുള്ള യോഗ്യതാ പരീക്ഷയാണ് അല്ലെ. LP അധ്യാപകരാകാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതാ പരീക്ഷയാണ് കേട്ടറ്റ് കാറ്റഗറി 1 എന്ന് പറയുന്നത്. ഈ പരീക്ഷ പാസ്സായാൽ മാത്രമേ നമുക്ക് LP ക്ലാസ്സുകളിലോ ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ കേരള പരീക്ഷാ ഭവനാണ് ഈ പരീക്ഷ നടത്തുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ കേട്ടറ്റ് 1 കാറ്റഗറിയിലെ കേട്ടറ്റ് കാറ്റഗറി 1ൽ എത്ര മാർക്കാണ് ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള കാറ്റഗറികളിലെ പോലെ തന്നെ 150 മാർക്കാണുള്ളത്. 150 ചോദ്യങ്ങളാണ്. ഒരു ചോദ്യത്തിന് 1 മാർക്ക് എന്നുള്ള രീതിയിൽ MCQ ചോദ്യങ്ങളായിരിക്കും കേട്ടോ. MCQ ചോദ്യങ്ങൾ എത്രയാ? 150 ചോദ്യങ്ങൾ, 150 മാർക്കായിരിക്കും ഉണ്ടാവുക. ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ എങ്ങനെയാണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ജനറൽ വിഭാഗമാണെന്നുണ്ടെങ്കിൽ 90 മാർക്ക്, 150ൽ 90 മാർക്ക് നമുക്ക് ഉണ്ടാവണം. നമ്മൾ OBCയോ അതേപോലെ OEC അല്ലെങ്കിൽ SC അല്ലെങ്കിൽ ST വിഭാഗക്കാരാണെങ്കിൽ നമുക്ക് 82 മാർക്കാണ് വേണ്ടത്. ഇനി അതൊന്നും അല്ല, നമ്മൾ PWD സെക്ഷൻ ആണെങ്കിൽ, നമ്മൾ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് 75 മാർക്ക്, പകുതി മാർക്ക് മതിയാകും ഇത് ക്വാളിഫൈ ചെയ്യാനായിട്ട്. അപ്പൊ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് പോലെ, അല്ലെങ്കിൽ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ആ മാർക്ക് സ്കോർ ചെയ്താൽ മതി. അപ്പൊ എന്താണ് പഠിക്കേണ്ടതെന്ന് നമ്മുടെ മുമ്പിലുണ്ട്, എത്ര മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണം എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. ഇനി നമുക്ക് ആകെ എന്താ വേണ്ടത്? എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ അതിൽ ഗൈഡൻസോടുകൂടി, ചിട്ടയോടുകൂടി പഠിക്കുന്ന കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അപ്പൊ കേട്ടറ്റ് കാറ്റഗറി 1നെ സംബന്ധിച്ചിടത്തോളം 5 പാർട്ടുകളാണ് സിലബസിനുള്ളത്. 5 പാർട്ടുകളിൽ ഓരോ പാർട്ടിൽ നിന്നും 30 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അങ്ങനെ 5 പാർട്ടുകളിൽ നിന്നായി 150 മാർക്കിന്റെ ചോദ്യങ്ങളാണ് കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷയ്ക്കുള്ളത്. അപ്പൊ ഓരോ ഭാഗങ്ങളും, ഓരോ പാർട്ടിലും എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജി പാർട്ട്, അതായത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഒന്നാമത്തെ പാർട്ട്. 30 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്, ഒരു ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. ഫസ്റ്റ് ലാംഗ്വേജിൽ മലയാളം അല്ലെങ്കിൽ കന്നഡ അല്ലെങ്കിൽ തമിഴ്, മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇത് സെലക്ട് ചെയ്യാറുണ്ട്. പാർട്ട് 3 എന്ന് പറയുമ്പോൾ അത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. സെക്കൻഡ് ലാംഗ്വേജ് ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. മെജോറിറ്റി ആളുകളും ഇംഗ്ലീഷ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. പിന്നെ അറബ് സ്കൂൾ തലത്തിലൊക്കെ പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ അവർ എടുത്തു എന്ന് വരാം. പാർട്ട് 4 എന്ന് പറയുമ്പോൾ EVS, എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്. പാർട്ട് 5 എന്ന് പറയുമ്പോൾ സിമ്പിൾ അരിത്തമെറ്റിക്സ് ആണ്, മാത്തമാറ്റിക്സ് ആണ്. ലോവർ പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ആവശ്യമുള്ള ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇങ്ങനെ 5 പാർട്ടുകളാണ് കേട്ടറ്റ് കാറ്റഗറി 1ന്റെ സിലബസിനുള്ളത്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സൈക്കോളജി ആണ്, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി ആണ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. അവിടെ മലയാളമോ കന്നഡയോ തമിഴോ നമുക്ക് ചൂസ് ചെയ്യാം. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്, ഇംഗ്ലീഷ് ഓർ അറബിക് ആണ് പറയുന്നത്. നാലാമത്തെ പാർട്ട് എന്ന് പറയുന്നത് EVSഉം അഞ്ചാമത്തെ പാർട്ട് മാത്സും ആണ്. ഓരോ പാർട്ടുകളിൽ നിന്നും 30 മാർക്കിന്റെ 30 MCQs ആയിരിക്കും ചോദിക്കുന്നത്. 30 മാർക്കിന് ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതം 30 MCQs ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത് എന്ന് ആലോചിച്ചോളാം. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഓരോ പാർട്ടിന്റെയും ഡീറ്റെയിൽഡ് സിലബസ് എന്താണ് എന്നുള്ളതാണ്. അപ്പൊ നോക്കാം ഓരോ പാർട്ടിലും എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് നോക്കാം.
ഒന്നാമത്തേതാണ്ടേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി ആണ്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിയിൽ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഭാഗമുണ്ട്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഭാഗം. അവിടെ നമുക്ക് ചൈൽഡ് ബിഹേവിയർ, മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് ചൈൽഡ് ബിഹേവിയർ, കുട്ടിയുടെ ബിഹേവിയർ പഠിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി, ഇൻട്രോസ്പെക്ഷൻ തുടങ്ങിയിട്ടുള്ള ഇന്റർവ്യൂ, അതേപോലെ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ, ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഡെവലപ്മെന്റിന്റെ കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കണം. ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിക്കണം. അതേപോലെ തന്നെ ഒരാളുടെ ബിഹേവിയറിനെ എൻവയോൺമെന്റും ഹെറിഡിറ്ററിയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് പഠിക്കണം. ലേണിംഗ് എന്താണെന്ന് പഠിക്കണം. തിയറീസ് ഓഫ് ലേണിംഗ്, നമ്മുടെ പിയാഷെയുടെയും ബ്രൂണറുടെയും വൈഗോട്സ്കിയുടെയും അതേപോലെ തന്നെ ഗെസ്റ്റാൾട്ട് സൈക്കോളജിയും ഒക്കെ അങ്ങനെയുള്ള ലേണിംഗ് തിയറീസ്, അതേപോലെ പാവ്ലോവിന്റെയും സ്കിന്നറിന്റെയും ഒക്കെ തോണ്ടേക്കിന്റെയും ഒക്കെ തിയറീസ് നമുക്ക് പഠിക്കണം. പിന്നെയോ ലേണിംഗ് റെഡിനെസ് ആൻഡ് മെച്ചുറേഷനും ലേണിംഗും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പഠിക്കണം. പിന്നെ പിയാഷെ, കോൾബർഗ്, വൈഗോട്സ്കി തുടങ്ങിയവരുടെ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചുകളെ കുറിച്ച് പഠിക്കണം. അതേപോലെ തന്നെ ആക്ടിവിറ്റി ബേസ്ഡ് ടീച്ചിങ്ങിനെ പറ്റിയിട്ട്, ആക്ടിവിറ്റി ബേസ്ഡ് ക്ലാസ് റൂംസിനെ പറ്റി നമ്മൾ പഠിക്കണം. അതേപോലെ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, അതിൽ തന്നെയാണ് നമ്മൾ 2 ഫാക്ടർ തിയറി, 1 ഫാക്ടർ തിയറി, മൾട്ടിപ്പിൾ ഫാക്ടർ തിയറി, അതേപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്, ഗിൽഫോർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്, അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ഗാർഡ്നറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി, ഇതൊക്കെ നമ്മൾ ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ലാംഗ്വേജ് ആൻഡ് തോട്ട്, പ്രധാനമായിട്ടും വൈഗോട്സ്കിയുടെയും നോം ചോംസ്കിയുടെയും ഒക്കെ ലാംഗ്വേജ് അക്വിസിഷൻ തിയറീസ് നമുക്ക് പഠിക്കണം. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തെ കുറിച്ച് നമുക്ക് പഠിക്കണം. അതേപോലെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. പിന്നെ അസസ്മെന്റും ലേണിംഗും തമ്മിലുള്ള വ്യത്യാസം, പ്രധാനമായിട്ടും അസസ്മെന്റ് ഓഫ് ലേണിംഗ്, അസസ്മെന്റ് ആസ് ലേണിംഗ്, അസസ്മെന്റ് ഫോർ ലേണിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. CCE, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനെ കുറിച്ച് നമുക്ക് പഠിക്കണം. ഗ്രേഡിങ്ങിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ കുറിച്ച്, അവിടെയാണ് നമ്മൾ മാൽ അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചും, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസംസ് ഉണ്ടല്ലോ, റിപ്രഷൻ, റിഗ്രഷൻ, സബ്ലിമേഷൻ തുടങ്ങിയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസംസിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് സൈക്കോളജിയുടെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗിൽ പഠിക്കണം. 30 മാർക്കാണ് പാർട്ട് 1 സൈക്കോളജിയിൽ നിന്നുള്ളതെങ്കിൽ അതിൽ 15 മാർക്ക് നമ്മളോട് ചോദിക്കുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നായിരിക്കും. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് കോൺസെപ്റ്റ്സ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ദ ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നിന്ന് 5 ചോദ്യങ്ങൾ നമുക്കുണ്ടാകും. അവിടെയാണ് എക്സെപ്ഷണൽ ചിൽഡ്രൻ, അല്ലെ, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ്, ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ലേണിംഗ് ഡിസബിലിറ്റീസ്, നമ്മൾ ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ, ADHD, ഓട്ടിസം തുടങ്ങിയിട്ടുള്ള ലേണിംഗ് ഡിസബിലിറ്റീസിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ ടാലന്റും ക്രിയേറ്റീവും സ്പെഷ്യലി ഏബിൾഡും ഒക്കെ ആയിട്ടുള്ള കുട്ടികളെ കുറിച്ചൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്ന് 5 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്കുണ്ടാകും. ഓക്കെ, മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത്, നമ്മൾ സൈക്കോളജിയെ തന്നെ 3 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ബേസിക് സൈക്കോളജിക്കൽ തിയറീസ് പഠിക്കുന്നു. അവിടെ നിന്ന് ഒരു 15 മാർക്കിന്റെ ചോദ്യം നമുക്ക് ഉണ്ടാകും. പിന്നെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ കുറിച്ച് നമുക്ക് പഠിക്കണം. അവിടെ ഒരു 5 മാർക്കിന്റെ ചോദ്യം ഉണ്ടാകും. പിന്നെ ലേണിംഗ് ആൻഡ് പെഡഗോജിയിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ്, 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, അങ്ങനെ 30 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും എവിടെ ഉണ്ടാവുക, സൈക്കോളജി പാർട്ടിൽ നിന്നുണ്ടാവുക. ഇവിടെയാണ് കുട്ടികൾ എങ്ങനെയാണ് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്, അതേപോലെ ലേണിംഗിനെയും അച്ചീവ്മെന്റിനെയും എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ടീച്ചിങ് ആൻഡ് ലേണിംഗിന്റെ ബേസിക് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ബേസിക് സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ കുട്ടിയെ ഒരു സയന്റിഫിക് ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ കാണാം, അതേപോലെ എന്താ പറയുന്നത് ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ബേസിക് ഇമോഷൻസിനെ കുറിച്ച്, കുട്ടികളുടെ ഇമോഷൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അവിടെയാണ് നമ്മൾ കാതറിൻ ബ്രിഡ്ജിന്റെ ബ്രിഡ്ജസ് ചാർട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. പിന്നെ മോട്ടിവേഷൻ, നമ്മൾ എനാക്കോ ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ, അപ്പൊ മോട്ടിവേഷനെ കുറിച്ച് അവിടെ പഠിക്കണം. മാസ്ലോവിന്റെ തിയറി ഓഫ് മോട്ടിവേഷൻ നമുക്ക് പഠിക്കണം. പിന്നെ ലേണിംഗിനെ, പേഴ്സണൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട്സ് ലേണിംഗിനെ സ്വാധീനിക്കുന്ന വൈയക്തികവും അതേപോലെ തന്നെ ചുറ്റുപരവുമായിട്ടുള്ള എൻവയോൺമെന്റലുമായിട്ടുള്ള ഫാക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 1 സൈക്കോളജിയിൽ നമുക്കുള്ളത്. അപ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ, സിലബസിൽ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ക്ലാസ് റൂം കോണ്ടെക്സ്റ്റുമായിട്ട്, അതായത് പ്രൈമറി തലത്തിലെ കുട്ടികളെയാണല്ലോ, ലോവർ പ്രൈമറി തലത്തിലെ കുട്ടികളെയാണ് നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 1 അഡ്രസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോവർ പ്രൈമറി ക്ലാസ് റൂമുകളിലെ കോണ്ടെക്സ്റ്റ്, സാഹചര്യങ്ങൾ ആസ്പദമാക്കിയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ സൈക്കോളജി ഭാഗത്ത് നിന്നുണ്ടാകും. പ്രത്യേകിച്ചും
ഈ പറയുന്ന 10 മാർക്കിന്റെ ചോദ്യങ്ങൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ അതുകൂടി നിങ്ങൾ മനസ്സിൽ വെച്ചോണം. സൈക്കോളജിയുടെ ഭാഗത്ത് നിന്ന് കൂടുതലും ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റിയൽ ലൈഫ് ക്ലാസ് റൂം ഇൻസിഡൻസുമായിട്ട് കണക്ട് ചെയ്തൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക. ഓക്കെ, അപ്പൊ സൈക്കോളജിയുടെ കാര്യം അങ്ങനെയാണ്. പാർട്ട് 2 എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. ഒന്നുകിൽ മലയാളം, അല്ലെങ്കിൽ തമിഴ്, അല്ലെങ്കിൽ കന്നഡ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ആളുകളും മലയാളം തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. മലയാളത്തിന് 30 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ ആദ്യത്തെ 5 എണ്ണം എന്ന് പറയുന്നത് അവധാരണം ഗദ്യമാണ്. അതായത് ഒരു ഗദ്യഭാഗം തന്നിട്ട്, റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്, ഒരു പ്രോസിന്റെ ഒരു ഭാഗം, ഒരു ഗദ്യഭാഗം തന്നിട്ട് അതിൽ നിന്ന് 5 ചോദ്യങ്ങൾ ചോദിക്കും. അത് മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. നമുക്ക് ഉത്തരം തിരഞ്ഞെടുക്കുക. രണ്ടാമത്തെ 5 മാർക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ സെറ്റ് ചോദ്യങ്ങൾ, വീണ്ടും ഉള്ള 5 മാർക്ക് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അവധാരണം പദ്യമായിരിക്കും. അതായത് പോയട്രി ആയിരിക്കും തരുന്നത്. ഒരു പോയത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് തരും. അതിനകത്ത് നിന്ന് 5 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന് ഉത്തരം കണ്ടെത്തുക. അപ്പൊ റീഡിംഗ് കോംപ്രിഹെൻഷനിൽ നിന്ന് 10 മാർക്കിന്റെ ചോദ്യങ്ങൾ, ഒന്ന് പ്രോസും ഒന്ന് പോയട്രിയും വെച്ചിട്ട് 10 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാകും. അടുത്ത 10 മാർക്കിന്റെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ബോധന ശാസ്ത്രമാണ്. മലയാളം പെഡഗോജിയുമായിട്ട്, അല്ലെ, മാതൃഭാഷ ബോധന ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അവിടെ ഭാഷാ പഠന സിദ്ധാന്തങ്ങളെ കുറിച്ചും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ കുറിച്ചും പാഠ്യപദ്ധതി വിനിമയങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അവസാനത്തെ 10 മാർക്ക് എന്ന് പറയുന്നത് ഭാഷ, സാഹിത്യം, സംസ്കാരം എന്നിവ ചേരുന്നതാണ്. അവിടെ ശൈലികള്, പ്രയോഗങ്ങള്, പഴഞ്ചൊല്ലുകള്, പ്രായോഗിക വ്യാകരണം, നമ്മുടെ സന്ധി സമാസം മുതലായിട്ടുള്ള പ്രായോഗിക വ്യാകരണം, പഴഞ്ചൊല്ലുകൾ, അതേപോലെ സാഹിത്യ രൂപങ്ങളെ, വ്യത്യസ്ത സാഹിത്യ രൂപങ്ങള്, താളബോധം, നമ്മുടെ സമാന താളത്തിലുള്ള വരികൾ, അതേപോലെ തന്നെ വ്യത്യസ്ത താളത്തിലുള്ള വരികൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ആ 10 മാർക്കിന് ചോദിക്കുക. അപ്പൊ മലയാളം കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. പെഡഗോജിയിൽ നിന്ന് 10 മാർക്ക്, നമ്മുടെ സാഹിത്യം, വ്യാകരണം എല്ലാം കൂടി ചേർത്തൊരു 10 മാർക്ക്, റീഡിംഗ് കോംപ്രിഹെൻഷൻ ഒരു 10 മാർക്ക്. അങ്ങനെയായിരിക്കും മലയാളത്തിന്റെ സിലബസ്. നമ്മൾ പറഞ്ഞു മലയാളം അല്ലെങ്കിൽ കന്നഡ അല്ലെങ്കിൽ തമിഴാണ്, അല്ലെ. കന്നഡയിലും തമിഴിലും എല്ലാം ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. റീഡിംഗ് കോംപ്രിഹെൻഷൻ 10 മാർക്ക് കാണും. അതിന്റെ പെഡഗോജി ഒരു 10 മാർക്ക് കാണും. അതിന്റെ ലിറ്ററേച്ചർ ആൻഡ് ഗ്രാമർ ഒരു 10 മാർക്കിന് കാണും. അങ്ങനെയാണ് ഈ ലാംഗ്വേജിന്റെ സിലബസിന്റെ കാര്യം എന്ന് പറയുന്നത്. തമിഴിനും അങ്ങനെയാണ് പറയുന്നത്. റീഡിംഗ് കോംപ്രിഹെൻഷൻ, പ്രോസ് ആൻഡ് പോയട്രി ഉണ്ട്. പെഡഗോജിക്കൽ ആസ്പെക്ട്സ് ഓഫ് മദർ ടങ് ഇൻ എഡ്യൂക്കേഷൻ, തമിഴ് മാതൃഭാഷയായി വരുമ്പോഴേക്കും അതിന്റെ പെഡഗോജി, പിന്നെ ലാംഗ്വേജ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ, ഇതാണ് തമിഴിന്റെ സിലബസ് എന്ന് പറയുന്നത്. കന്നഡയുടെ കേസിലും അത് തന്നെയാണ്. റീഡിംഗ് കോംപ്രിഹെൻഷൻ പ്രോസ് ഉണ്ട്, റീഡിംഗ് കോംപ്രിഹെൻഷൻ പോയം വരുന്നുണ്ട്, പെഡഗോജിക്കൽ ആസ്പെക്ട്സ് ഓഫ് കന്നഡ ലാംഗ്വേജ് വരുന്നുണ്ട്, ഹിസ്റ്ററി, ലാംഗ്വേജ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ ഓഫ് ദ സ്പെസിഫൈഡ് ലാംഗ്വേജ് എന്നുള്ളത് തന്നെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള രീതിയിലാണ് വരുന്നത്. ഇനി പാർട്ട് 3 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഓർ അറബിക് ആണ്. ഇംഗ്ലീഷിന്റെ അതേ ഘടന തന്നെയാണ് അറബിക്കിനും ഉള്ളതെന്ന് മനസ്സിലാക്കുക. നമുക്ക് ഇംഗ്ലീഷിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. 30 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പാർട്ട് 3യിൽ നിന്ന് വരുന്നത്. അവിടെ ഇംഗ്ലീഷ് ഓർ അറബിക് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇംഗ്ലീഷില് 15 മാർക്ക് എന്ന് പറയുന്നത് പെഡഗോജിക്കും 15 മാർക്ക് നമ്മുടെ ലാംഗ്വേജിനുമായിരിക്കും. ഈ ലാംഗ്വേജിൽ വൊക്കാബുലറിയും ഗ്രാമറും വരുന്നുണ്ട്. അപ്പൊ 15 മാർക്കിന് എന്തായിരിക്കും ലാംഗ്വേജ് നമ്മുടെ കണ്ടന്റ് ഭാഗത്ത് നിന്നും, 15 മാർക്ക് പെഡഗോജിയുടെ പാർട്ടിൽ നിന്നുമായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. അതിൽ ആദ്യത്തേത് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ആയിരിക്കും. ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്ന് കോംപ്രിഹെൻഡ് ചെയ്ത് എഴുതാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. പിന്നെ ബേസിക് ഗ്രാമർ ഉണ്ടാകും. നമ്മൾ ആർട്ടിക്കിള്, കോൺകേർഡ്, ഇൻട്രോഗേറ്റീവ്സ്, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗ്, ടെൻസ്, അതേപോലെ ഫ്രേസൽ വെർബ്, ഓക്സിലറി വെർബ്, റിഫ്ലക്സ് പ്രൊനൗൺസ്, അതേപോലെ പ്രപ്പോസിഷൻസ്, ഡിറ്റർമിനേഴ്സ്, അതേപോലെ തന്നെ ജെറണ്ട്, ലിങ്കേഴ്സ് തുടങ്ങിയിട്ടുള്ള ബേസിക് ഗ്രാമർ ഒക്കെയാണ് നമ്മൾ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന്, ഇപ്പൊ PSC പോലെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ബേസിക് ഗ്രാമർ പോർഷൻസ് നമുക്ക് എവിടെയുണ്ട്? നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുണ്ട്. പിന്നെ വെർബൽ എബിലിറ്റി, അതായത് വൊക്കാബുലറിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇൻഫ്ലക്ഷൻസ്, അഫിക്സ്, അതായത് സഫിക്സും പ്രിഫിക്സും പഠിക്കണം, ആന്റണിംസ്, സിനോണിംസ് പഠിക്കണം, നമുക്ക് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് പഠിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വൊക്കാബുലറിയുടെ ഭാഗത്ത് നിന്ന്. അപ്പൊ ഗ്രാമറും വൊക്കാബുലറിയും ഒരു റീഡിംഗ് കോംപ്രിഹെൻഷനും കൂടി ഒരു 15 മാർക്കിന്റെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ 15 മാർക്ക് എന്ന് പറയുന്നത് പെഡഗോജി ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. അവിടെയാണ് നമ്മൾ ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ലാംഗ്വേജ് ലേണിംഗ്, അവിടെ ക്രിട്ടിക്കൽ പെഡഗോഗി, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, അതേപോലെ തന്നെ എറർ ട്രീറ്റ്മെന്റ്, കോഗ്നിറ്റിവിസം തുടങ്ങിയിട്ടുള്ള തിയറീസിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ പിയാഷയുടെയും വൈഗോട്സ്കിയുടെയും ചോംസ്കിയുടെയും ഒക്കെ വ്യൂസ് അബൌട്ട് ലാംഗ്വേജ് ലേണിംഗ് അത് പഠിക്കാനുണ്ട് നമുക്ക്, അല്ലെ. ലാംഗ്വേജ്, ഭാഷാ പഠനത്തെ കുറിച്ച് നമ്മുടെ പിയാഷയും ബ്രൂണറും വൈഗോട്സ്കിയും ചോംസ്കിയും ഒക്കെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് പഠിക്കണം. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് പഠനത്തിന്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബോധനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് പഠിക്കണം. അതിന്റെ കരിക്കുലാർ ഒബ്ജക്റ്റീവ്സ് പഠിക്കണം. അതേപോലെ ലാംഗ്വേജ് സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതിനെക്കുറിച്ച് പഠിക്കണം. മോഡേൺ സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഇവാലുവേഷൻ ആൻഡ് അസസ്മെന്റ്,
മൂല്യനിർണ്ണയത്തെക്കുറിച്ചും സാധാരണ എല്ലാ സബ്ജക്ട്സിലും വരുന്ന പെഡഗോജി പാർട്ടുകൾ തന്നെയാണ് വിത്ത് റെഫറൻസ് ടു ദ സ്പെഷ്യൽ സബ്ജക്റ്റ് ആണ്. ഇംഗ്ലീഷ് ആണ്, ഇംഗ്ലീഷിന്റെ പെഡഗോജി ആണെങ്കിൽ കണ്ടന്റ് എല്ലാം സെയിം ആണ്, വിത്ത് റെഫറൻസ് ടു ഇംഗ്ലീഷ് ആണെന്നേ ഉള്ളൂ. ഇംഗ്ലീഷ് എങ്ങനെ പഠിപ്പിക്കാം ഈ തിയറീസ് വെച്ചിട്ട് എന്നുള്ള കാര്യമായിരിക്കും അവിടെയും ചോദിക്കുന്നത്. അങ്ങനെ 30 മാർക്കാണ് പാർട്ട് 3 സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിന് വരുന്നത്. 15 മാർക്ക് കണ്ടന്റിനും 15 മാർക്ക് ഗ്രാമറിനും ആയിരിക്കും. അറബിക്കിനും സെയിം സിലബസ് തന്നെയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പാർട്ട് 4 എത്തുമ്പോഴേക്കും എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്, EVS ആണ് വരുന്നത്. EVS 30 ക്വസ്റ്റ്യൻസ് 30 മാർക്കാണ്. അതിൽ 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കണ്ടന്റും 10 ക്വസ്റ്റ്യൻസ് പെഡഗോജി പാർട്ടിൽ നിന്നുമാണ് വരുന്നത്. കണ്ടന്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫാമിലിയെ കുറിച്ച് പഠിക്കണം, ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച്. അല്ലെ, നമ്മളൊരു LP ക്ലാസ്സിലെ കുട്ടികളെ ആദ്യമൊക്കെ പഠിപ്പിക്കുന്ന സംഭവമാണ് ഈ ഫാമിലി മെമ്പേഴ്സ്, ആൾക്കാർ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചൊക്കെ. അപ്പൊ ഫാമിലി റിലേഷൻഷിപ്സ് അതിനെക്കുറിച്ച് പഠിക്കണം. വാട്ടറിനെ കുറിച്ച്, അഗ്രികൾച്ചറിനെ കുറിച്ച്, വെഹിക്കിൾസ്, സോയിൽ, എർത്ത്, അതേപോലെ തന്നെ ഷെൽറ്റേഴ്സ്, ഡിസീസസിനെ കുറിച്ച്, ഫുഡിനെ കുറിച്ച്, ജോബിനെ കുറിച്ച്, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ച്, എനർജി, ആനിമൽ വേൾഡ്, പ്ലാന്റ്സ്, ഫസ്റ്റ് എയ്ഡ്, സോളാർ സിസ്റ്റം, എയർ ആൻഡ് ലൈറ്റ്, ഇങ്ങനെയുള്ള ബേസിക് സയന്റിഫിക് ടേമുകളെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലായിരിക്കണം. നമുക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെയാണ് ഒരു LP ക്ലാസ്സിലെ കുട്ടി അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റുകൾ വളരെ ലളിതമായുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് ചോദ്യം വരിക. അടുത്തതെന്ന് പറയുമ്പോൾ ഈ 10 മാർക്കിനുള്ളത് 20 മാർക്കിന് കണ്ടന്റ് ആണെങ്കിൽ 10 മാർക്കിന് EVSന്റെ പെഡഗോജിയാണ് ചോദിക്കുന്നത്. അവിടെ പെഡഗോജിക്കകത്തൊന്ന് സയൻസിൻ്റെത്, അതേപോലെ എയിംസ് ഓഫ് ലേണിംഗ് സയൻസ്, എന്തിനു വേണ്ടിയിട്ടാണ് സയൻസ് പഠിപ്പിക്കുന്നത്, അതേപോലെ സയൻസ് ലേണിംഗിന് നമുക്ക് എന്തൊക്കെ സപ്ലിമെന്ററി ആക്ടിവിറ്റീസ് കൊടുക്കാം, അതേപോലെ തന്നെ പ്രോസസ് സ്കിൽസിനെ പറ്റിയിട്ട്, അതേപോലെ തന്നെ സയൻസ് ടീച്ചിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ട്, അപ്രോച്ചുകളെ പറ്റിയിട്ട്, സയൻസ് പഠിപ്പിക്കുന്നതിനുള്ള വ്യത്യസ്ത അപ്രോച്ചുകളെ കുറിച്ചിട്ട്, അതേപോലെ തന്നെ എൻവയോൺമെന്റൽ സയൻസിനെയും അതേപോലെ തന്നെ മറ്റുള്ള സയന്റിഫിക് മേഖലയുമായിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, സയൻസ് ക്ലാസ്സസിനെ ഇവാലുവേറ്റ്, അവിടുത്തെയും ഇവാലുവേഷൻ ടെക്നിക്സിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കണം. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന്റെ ഡിഫറെന്റ് സ്റ്റെപ്സ് പഠിക്കാനുണ്ട്. അതേപോലെ സയൻസ് ടീച്ചറിന്റെ റോളിനെ കുറിച്ച് പഠിക്കണം. സയൻസ് പഠിപ്പിക്കാൻ എന്തൊക്കെ ലേണിംഗ് എയ്ഡ്സ് അല്ലെ, ലേണിംഗ് മെറ്റീരിയൽസ് എന്തൊക്കെ വേണമെന്ന് പഠിക്കണം. യൂണിറ്റ് അനാലിസിസ്, നമ്മൾ വാർഷികാസൂത്രണം, ഏകകാസൂത്രണം എന്നൊക്കെ പറയില്ലേ, അതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതേപോലെ പെഡഗോജിക് അനാലിസിസ്, അതേപോലെ തന്നെ പ്രൈമറി സെക്ഷനിലെ കരിക്കുലം, നമ്മൾ ഇപ്പോഴത്തെ LP സെക്ഷനിലെ കരിക്കുലം എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ, അത് തന്നെ ഗ്രേഡിങ്ങിനെ പറ്റി, അതിൽ തന്നെ അബ്സല്യൂട്ട് ഗ്രേഡിങ്ങും അതേപോലെ തന്നെ ഡയറക്റ്റ് ഗ്രേഡിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇവാലുവേഷൻ ടൂൾസ് ആൻഡ് ടെക്നിക്സ്, നമ്മുടെ ഇന്റർവ്യൂ പോലെ, ചെക്ക് ലിസ്റ്റ് പോലെ, റേറ്റിംഗ് സ്കെയിൽ പോലെയൊക്കെയുള്ള ടൂൾസും ടെക്നിക്സും ഒക്കെ ഉണ്ടല്ലോ. ആ ടൂൾസ് ആൻഡ് ടെക്നിക്സിനെ കുറിച്ചൊക്കെയാണ് ആ പെഡഗോജി പാർട്ടിൽ നിന്ന്, EVSന്റെ പെഡഗോജി പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. 10 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പൊ നമ്മുടെ അഞ്ചാമത്തെ പാർട്ട് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിന് 30 മാർക്കിലെ ചോദ്യങ്ങളായിരിക്കും വരിക. അതിൽ 30 മാർക്കിൽ 20 മാർക്ക് നമ്മുടെ കണ്ടന്റിൽ നിന്നും 10 മാർക്ക് എവിടെ നിന്നായിരിക്കും വരുന്നത്, നമ്മുടെ പെഡഗോജി പോർഷനിൽ നിന്നും ആയിരിക്കും വരുന്നത്. 20 മാർക്ക് കണ്ടന്റിൽ നിന്ന് ചോദിക്കുന്നത് നമ്പേഴ്സ്, അതായത് നാച്ചുറൽ നമ്പേഴ്സ്, അതിന്റെ പ്ലേസ് വാല്യൂ, ഫേസ് വാല്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം. അതിന്റെ ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിനെ കുറിച്ച് പഠിക്കണം. ഫ്രാക്ഷൻസിന്റെയും ബേസിക് ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, അതിനെ കുറിച്ച് പഠിക്കണം. അതേപോലെ തന്നെ ഡെസിമൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരും. പിന്നെ ജോമെട്രിയിൽ നമ്മൾ പോളിഗൺസിനെ കുറിച്ച് പഠിക്കണം. അതേപോലെ അതിന്റെ പാറ്റേൺസ് പഠിക്കണം. പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, എപ്പോഴും മാത്സിൽ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, അതും LP ലെവലായിരിക്കും, അങ്ങനെയുള്ളത് പഠിക്കണം. പിന്നെ മെഷർമെന്റ്സിൽ നമ്മൾ ഹൈറ്റ്, വെയിറ്റ്, ലെങ്ത്, വിഡ്ത്ത്, വോളിയം തുടങ്ങിയിട്ടുള്ള ബേസിക് മെഷർമെന്റ്സ് ഉണ്ടല്ലോ, ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും കണ്ടന്റിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും പിന്നുള്ള 10 മാർക്കിന് പെഡഗോജിയാണ്. മാത്തമാറ്റിക്സിന്റെ പെഡഗോജിയെ കുറിച്ച്, നേച്ചർ ഓഫ് മാത്തമാറ്റിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. പ്ലേസസ് ഓഫ് മാത്തമാറ്റിക്സ് ഇൻ കരിക്കുലത്തിൽ എവിടെയൊക്കെ മാത്തമാറ്റിക്സിനെ ഉൾപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. മാത്തമാറ്റിക്സ് ടീച്ചിങ്ങിന്റെ ട്രെൻഡ്സ് ആൻഡ് ഡെവലപ്മെന്റ്സിനെ പറ്റി പഠിക്കാനുണ്ട്. എങ്ങനെയാണ് മാത്തമാറ്റിക്സ് ലേണിംഗിന്റെ ഡിഫറെന്റ് അപ്രോച്ചുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. മാത്തമാറ്റിക്സ് ടീച്ചിങ്ങിന്റെ സ്ട്രാറ്റജീസിനെ കുറിച്ചും മെത്തേഡ്സിനെ കുറിച്ചും പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ലേണിംഗ് മെറ്റീരിയൽസ്, നമ്മൾ സയൻസിലും മാത്സിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ലേണിംഗ് എയ്ഡ്സിനെ പറ്റിയിട്ട് നമുക്ക് ചോദ്യം വരും. എന്തൊക്കെ തരത്തിലുള്ള ലേണിംഗ് എയ്ഡ്സ് നമ്മൾ ഉപയോഗിക്കും എന്നുള്ളത്, അതിനെക്കുറിച്ച് ചോദ്യം വരും. നമ്മളിപ്പോൾ ലൈബ്രറി കളക്ടിങ് മെറ്റീരിയൽസ് ആണോ, അതേപോലെ തന്നെ മാത്തമാറ്റിക്കൽ ലബോറട്ടറി തുടങ്ങിയിട്ടുള്ള കുറെ കോൺസെപ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളതിനെ പറ്റിയിട്ട് ധാരണ ഉണ്ടാവണം. മാത്തമാറ്റിക്കൽ ലേണിംഗ് ഇവാലുവേഷൻ എല്ലാത്തിനകത്തും, ഏതിപ്പോ ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും EVS ആയാലും മാത്സ് ആയാലും എല്ലാത്തിന്റെയും പെഡഗോജിയിൽ സെയിം സംഭവമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ
ആ സബ്ജക്റ്റിനെ ആയിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ നേച്ചർ ഓഫ് മാത്തമാറ്റിക്സ് ലേണിംഗ് ആണ് മാത്സിൽ പറയുന്നെങ്കിൽ നേച്ചർ ഓഫ് ഇംഗ്ലീഷ് ലേണിംഗ് ആയിരിക്കും ഇംഗ്ലീഷിൽ പറയുന്നത്. ആ വ്യത്യാസമേ ഉള്ളൂ. കണ്ടന്റ് എല്ലാം സെയിം ആണ്. ഈ ഒരു വിഷയം പഠിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം, അതിന്റെ ലക്ഷ്യം, അതിന്റെ ഡിഫറെന്റ് ടെക്നിക്സ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എങ്ങനെയൊക്കെയാണ്, സ്ട്രാറ്റജീസ് എങ്ങനെയൊക്കെയാണ്, അതിന്റെ ഇവാലുവേഷൻ ടെക്നിക്സ് എങ്ങനെയൊക്കെയാണ്, അതിന്റെ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ലേണിംഗ് എയ്ഡ്സ്, ലേണിംഗ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സിലബസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കേട്ടറ്റ് കാറ്റഗറി 1ന്റെ സിലബസ് എന്ന് പറയുന്നത്. അല്ലെ, സാമാന്യം വലിയൊരു സിലബസ് ആണ് നമുക്കുള്ളത്. 5 പാർട്ടുകളിൽ നിന്നായിട്ട് 150 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതിൽ പെഡഗോജി, അല്ലെ, സൈക്കോളജി മുതൽ ഇന്ന് മാത്സ് വരെ പെഡഗോജി കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് സിലബസിനുള്ളത്. നല്ലൊരു ദൈർഘ്യമേറിയ സിലബസ്, പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. 150 മാർക്കിൽ ജനറൽ ആണെങ്കിൽ 90 മാർക്കും, OBC, OEC, SC, ST ഒക്കെ ആണെങ്കിൽ 82 മാർക്കും, PWD സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 75 മാർക്കും വാങ്ങിയാൽ മാത്രമേ കേട്ടറ്റ് കാറ്റഗറി നമുക്ക് 1ഉം 2ഉം ഒക്കെ നമുക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. അപ്പോൾ കേട്ടറ്റ് കാറ്റഗറി 1ന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ കേട്ടറ്റ് കാറ്റഗറി 1നും 2നുമായിട്ട് ഒരു അടിപൊളി കോഴ്സ് സൂപ്പർ നോട്ട്സിൽ ആരംഭിക്കുകയാണ്. വരുന്ന ഫെബ്രുവരി 24-ന് നമ്മുടെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു സമയം, ഇനി ഒരു 3 മാസക്കാലം ഉണ്ടാവും, അല്ലെ. നിങ്ങൾ പലരും വെക്കേഷൻ കാലഘട്ടം പഠിക്കാൻ ഉപയോഗിക്കുന്നവരായിരിക്കും. ഇപ്പൊ കോഴ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവര്, BEdും DLEdും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി വരാനിരിക്കുന്ന സമ്മർ വെക്കേഷൻ ടൈമിൽ നിങ്ങൾ കൂടുതൽ പഠനത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു നല്ല അവസരമാണ്. ഫെബ്രുവരി 24-നാണ് നമ്മുടെ കേട്ടറ്റ് കാറ്റഗറി 1, 2 കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. ജൂണിലെ കേട്ടറ്റ് പരീക്ഷ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചെഴുതണം. നിങ്ങൾക്കറിയാം, പരീക്ഷ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ നന്നായിട്ട് അറിയാം. കഴിഞ്ഞ പരീക്ഷയിലെ, കഴിഞ്ഞ ജനുവരിയിൽ, ഇപ്പൊ ഈ കഴിഞ്ഞ ജനുവരിയിലെ കേട്ടറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ നിലവാരം കുറെ കൂടി അപ്പർ എൻഡ് ആയിരുന്നു, ഹയർ എൻഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ കുറെ കൂടി നമ്മളൊരു ചിട്ടയായിട്ടുള്ള പഠനം, കുറെ കൂടി ഒരു ഡെപ്തിലേക്കുള്ള പഠനം ഉണ്ടെങ്കിൽ മാത്രമേ കേട്ടറ്റ് പോലൊരു പരീക്ഷ പോലും നമുക്കിനി വിജയിക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അധ്യാപക യോഗ്യതാ പരീക്ഷകളിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു പരീക്ഷ കേട്ടറ്റ് ആയിരുന്നുവെങ്കിൽ ഇപ്പൊ അതും കഥയൊക്കെ മാറുകയാണ്. അപ്പൊ ആദ്യമായിട്ട് എഴുതുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നല്ല ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊന്നും ഇടം കൊടുക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ടുള്ള ഗൈഡൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. സൂപ്പർ നോട്ട്സിലെ കേട്ടറ്റ് കാറ്റഗറി 1, കാറ്റഗറി 2 പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ച് ഫെബ്രുവരി 24-നാണ് ആരംഭിക്കുന്നത്. മറക്കണ്ട. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങാം. 3 മാസം 4 മാസം 3-4 മാസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഈ സമയം കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കണ്ടന്റ് പഠിച്ചു തന്നെ മുന്നോട്ട് പോകാം. അപ്പോ കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് 8281223366 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് തന്നെ പഠിക്കാം, ഉഷാറായിട്ട് പഠിക്കാം. ഈ കേട്ടറ്റ് നമ്മൾ ഒന്നിച്ചു നേടുമെന്ന വിശ്വാസത്തിൽ അടുത്തൊരു സെഷനിൽ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.